100 കോടി രൂപയുടെ മെഷീനറീസ് 100 കോടി രൂപയുടെ അഴിമതി ആ പർച്ചേസിംഗിൽ നടത്തിയിട്ടുള്ളതായി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്. ഈ 4 ഏക്കർ സ്ഥലത്ത് നിന്ന് 48 സെന്റ് സ്ഥലം ആരും അറിയാതെ എവിഡൻസുകൾ സഹിതം ഞങ്ങൾ പരാതിപ്പെട്ടു. ഒരു പരിഹാരവുമില്ല, അന്വേഷണവും ഇല്ലാത്തൊരു സ്ഥിതി. അത് ഗവൺമെൻറ് മൈൻഡ് ചെയ്യുന്നില്ല. നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കച്ചകെട്ടി ഇത് ഇറങ്ങിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു അജണ്ട തന്നെയാണ് എന്നേ നമുക്ക് പറയാനേ ഉള്ളൂ. കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിൽ നടക്കുന്നത് വമ്പൻ തട്ടിപ്പാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഈ മ്യൂസിയത്തിൽ നടക്കുന്നത്. ഇതിന് പിന്നാലെ ഈ സ്ഥാപനം അടച്ചുപൂട്ടേണ്ട വക്കിലേക്കും എത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജി സുബോധൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്. നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയാമോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. അത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന 1984 ആ പേപ്പറിൽ എഴുതിയിട്ടുള്ളത് ഒരു തെറ്റുണ്ട്. 1964 അത് ശരിയല്ല. 84 ലീഡർ വലിയ താല്പര്യമെടുത്ത് സ്ഥാപിച്ച ഒരു സ്ഥാപനം. അത് അന്നത്തെ സയൻസ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ 7 ഏക്കർ ഭൂമിയെങ്കിലും നഗര ഹൃദയഭാഗത്ത് വേണമെന്നാണ് നിയമം. പക്ഷേ അന്നത്തെ ലീഡറുടെ ഒരു സ്വാധീനവും കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മുടെ PMGയുടെ അടുത്ത് 4 ഏക്കർ സ്ഥലം സംഘടിച്ച് അവിടെ ഈ സ്ഥാപനം തുടങ്ങുകയായിരുന്നു. അത് അങ്ങനെ മുരടിച്ച് സ്ഥാപനം തുടങ്ങിയെങ്കിലും ഉദ്ദേശിച്ച ഒരു പുരോഗതി ഉണ്ടാകാതെ ആ സ്ഥാപനം ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. എന്നാലും ദിവസം ശരാശരി 2000-ത്തിലധികം വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ആ സ്ഥാപനം കാണാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ സ്ഥാപനത്തിൽ വന്നു പോകുന്നുണ്ട്. ആ 2000-ത്തോളം വിദ്യാർത്ഥികൾ വരുമ്പോൾ അവരുടെ പാർക്കിംഗ് സൗകര്യം, അവരുടെ ആഹാരം കഴിക്കാനുള്ള സ്ഥലം, മറ്റു കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഇവിടെ പൊതുവേ സ്ഥലം കുറവാണെങ്കിലും ഈ സ്ഥലത്തിൽ നിന്നും 48 സെൻറ്റ് സ്ഥലം, ഈ 4 ഏക്കർ സ്ഥലത്ത് നിന്ന് 48 സെൻറ്റ് സ്ഥലം ആരും അറിയാതെ ആ സ്ഥാപനത്തിലുള്ള തൊഴിലാളി സംഘടനകളോ മറ്റാരോ അറിയാതെ രഹസ്യമായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന സ്ഥാപനത്തിന് വേണ്ടി ഗവൺമെൻറ് ഇപ്പോൾ 10 വർഷത്തെ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. 10 വർഷത്തെ പാട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏകദേശം ആ സ്ഥലം പതിച്ചു കിട്ടിയ രീതിയിലാണ് അവരുടെ യാത്ര. അവരവിടെ പുതിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു. അവർക്ക് സൗകര്യപ്രദമായി മറ്റു കാര്യങ്ങൾ ചെയ്ത് ഈ സ്ഥലം മുഴുവനും അപഹരിക്കാനുള്ള തുടക്കമാണ്. അപ്പോൾ അതുമൂലം സംഭവിക്കുന്നത് ഈ സ്ഥാപനം ഇല്ലാതാവും. ഈ സ്ഥാപനത്തിന് ഒരുപാട് പ്രതീക്ഷകളുള്ളതാണ്. സയൻസ് രംഗത്തും സാങ്കേതിക രംഗത്തുമൊക്കെ പുരോഗതി കൈവരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കുള്ള ഒരു സ്ഥാപനം ഇല്ലാതായി പോകുന്ന അവസ്ഥ ഒഴിവാക്കണം എന്നാണ് അവിടുത്തെ സംഘടനയുടെ പ്രധാന ആവശ്യം. മാത്രമല്ല, ഞങ്ങളിതിൽ പറഞ്ഞിട്ടുള്ള 4 സ്ഥാപനങ്ങൾ ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളായുണ്ട്. ഒന്ന് ചാലക്കുടിയിൽ, ഒന്ന് കോട്ടയത്ത്, ഒന്ന് പരപ്പനങ്ങാടി. ഈ സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 100 കോടി രൂപയുടെ മെഷീനറീസ്, ആധുനിക മെഷീനറീസ് ആണെന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ ടെൻഡർ വിളിച്ചതിലും അതിൻ്റെ എല്ലാ നടപടികളിലും വലിയ കുഴപ്പങ്ങളുണ്ടായി എന്ന് നമ്മൾ പല സമയത്തും യഥാസമയത്ത് നമ്മൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഒന്നിനും ഒരു അന്വേഷണമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 100 കോടി രൂപയുടെ അഴിമതി ആ പർച്ചേസിംഗിൽ നടത്തിയിട്ടുള്ളതായി എവിഡൻസുകൾ സഹിതം ഞങ്ങൾ പരാതിപ്പെട്ടു. ഒരു പരിഹാരവുമില്ല, അന്വേഷണവും ഇല്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന, അത് സംബന്ധിച്ചുള്ള വിജിലൻസ് കേസ് ഞങ്ങൾ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്, കോടതിയിലുണ്ട്. ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഈ സ്ഥാപനത്തിനെ നശിപ്പിച്ചു കളയരുത്. ഈ സ്ഥാപനത്തിനെ നശിപ്പിക്കാതെ ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യുകയും അതിനുള്ള നടപടി സ്വീകരിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരു വലിയ സംഭാവനയാക്കി ഈ സ്ഥാപനത്തിനെ മാറ്റണം. അതോടൊപ്പം തന്നെ ഈ പാട്ടം കൊടുത്ത വ്യവസ്ഥ ക്യാൻസൽ ചെയ്യുകയും അഴിമതിയെപ്പറ്റി അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് ഈ സ്ഥാപനത്തിനെ വിപുലീകരിച്ച് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഞങ്ങൾ ഗവൺമെൻറ്റിൽ പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്.
അത് ഗവൺമെൻറ് മൈൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ മറ്റ് നിയമ നടപടികളും സമരമാർഗങ്ങളുമായി പോവുകയല്ലാതെ ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ താരതമ്യേന ജീവനക്കാരുടെ കുറവുണ്ട്, ജീവനക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഉള്ളവർക്ക് ഗ്രേഡ് കൊടുക്കുന്നില്ല, പ്രൊമോഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ സ്ഥാപനം നിർത്തുവാൻ ഗവൺമെൻറ് അണിയറയിൽ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഒരു സാഹചര്യം. അതിനെ ഒഴിവാക്കി കിട്ടാൻ പത്രമാധ്യമ രംഗത്ത് ഉള്ള നിങ്ങളുടെയൊക്കെ ഒരു സഹായം നമുക്ക് വേണം. അതൊന്ന് പറയുകയായിരുന്നു ലക്ഷ്യം. ഇത് ആ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന ജനറൽ സെക്രട്ടറി ശ്രീ ജയരാമൻ. സർക്കാർ തന്നെ പല സ്ഥാപനങ്ങളിലും തരിശുഭൂമിയായി കിടക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ സ്ഥലം ഇല്ലായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കച്ചകെട്ടി ഇത് ഇറങ്ങിയിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു അജണ്ട തന്നെയാണ് എന്നേ നമുക്ക് പറയാനേ ഉള്ളൂ. കാരണം ഇപ്പം തന്നെ പല വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ നിവൃത്തിയില്ലാതെ പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ മൊത്തം പാർക്കിംഗ് സൗകര്യം പോകുമ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് നശിപ്പിക്കുന്നതിന് മാത്രമാണ് ഇത് ചെയ്യുന്നത്. കാരണം ഒരു 500 സ്ക്വയർ ഫീറ്റിനകത്ത് ഇരിക്കാവുന്ന ഓഫീസ് സംവിധാനവും അവിടെ ഡെപ്യൂട്ടേഷൻകാർ മാത്രം അവിടെ സൗകര്യാർത്ഥത്തിന് വേണ്ടി മാത്രമാണ് ഇത് പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നത്. ബാക്കിയെല്ലാം പറഞ്ഞു, ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇത് മാധ്യമങ്ങൾ ഇത് ഒരു ജനശ്രദ്ധയിൽ കൊണ്ടുവരണം. നിങ്ങളുടെ എല്ലാം പിന്തുണയും എല്ലാ മാധ്യമങ്ങളിലും വരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ സ്ഥാപനത്തിനെ അടച്ചുപൂട്ടാൻ ഞങ്ങൾ സംഘടന ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ ഒരുപാട് സ്ട്രെയിൻ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം സ്ഥാപനത്തിൽ ജീവനക്കാരുടെ എണ്ണം പരിമിതമാണ്. വലിയ നഷ്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിന് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു സഹകരണം നമുക്ക് വേണം. പരാതി കൊടുത്തു, പല പ്രാവശ്യം പരാതി. അന്ന് രവീന്ദ്രൻ അല്ലേ മന്ത്രിയായിരുന്നപ്പോൾ തൊട്ട് തുടങ്ങുന്ന പരാതികൾ നിരവധി പ്രാവശ്യം മുഖ്യമന്ത്രിക്കും കൊടുത്തു. നേരത്തെ തന്നെ കൊടുത്താണ്, കഴിഞ്ഞ മന്ത്രിസഭയിലേ കൊടുത്താണ്. പക്ഷേ മാർഗമില്ല, നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഒരു സ്ഥാപനത്തിനകത്ത് വേറൊരു സ്ഥാപനത്തിനെ കൊണ്ട് കയറ്റിയാനുള്ള സ്ഥിതി എന്തായിരിക്കും? അതാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന് എത്രയോ സ്ഥലങ്ങളുണ്ട്, സർക്കാർ സ്കൂളുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ബോധപൂർവം ഇതിനകത്ത് ഒരു വകുപ്പിനെ കൊണ്ട് കുടിയിരുത്തി ഈ സ്ഥാപനത്തിനെ അടച്ചുപൂട്ടുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യം. അടച്ചുപൂട്ടുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം വേറെയുണ്ട്. 100 കോടി രൂപയുടെ അഴിമതിയാണ് പർച്ചേസിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തേച്ച് മാച്ച് കളയണമെങ്കിൽ ഒറ്റമൂലി എന്നുള്ള രീതിയിൽ ഈ സ്ഥാപനത്തിന് അടച്ചുപൂട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്.